أشهد أن അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പം നമ്മൾ ഇന്ന് ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ആണ്. ഇവർ രണ്ടും 4 മൂലക്ക് 4 ആൾക്കാർ ബാങ്ക് വിളിക്കുമ്പോൾ ബാങ്ക് വിളിക്കാൻ നമ്മൾ നിൽക്കാറുണ്ട്, ശൈത്താനെ ഓടിക്കാനെന്നാണ് പറയുന്നത്. അപ്പം അവർ ഏട്ടത്തിൻ്റെ മകൾ സൈഫ് ഹുസൈനും പിന്നെ രണ്ടാമത് നിന്നിട്ട് തങ്ങളെ മക്കളാണ് വന്നത്. പിന്നെ തങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ അവിടെ നിന്നുള്ള എൻ്റെ ഏട്ടനാണ്. അവർ തങ്ങൾ ചിക്കൻ കൊടുക്കും. എന്താണ് ആദ്യം നമ്മളിങ്ങോട്ടൊക്കെ കുടികൂടലിന് പിന്നെ ബാങ്ക് വിളിച്ച ഉടനെയാണ്, സുബഹിക്ക് ബാങ്ക് വിളിച്ച ഉടനെ. എല്ലായിടത്തും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ അമൽ ഉസ്താദോ അല്ല കുറച്ച് നല്ല ആൾക്കാരും. അപ്പം ഇത് തങ്ങളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫാമിലിയിൽപ്പെട്ടവരാണല്ലോ തങ്ങൾ. അപ്പം പിന്നെ ഏട്ടത്തിൻ്റെ ഭർത്താവിൻ്റെ ഉപ്പാൻ്റെ ഫാമിലി തങ്ങളാണ്. അപ്പോൾ ഞങ്ങളിവിടെ കാസർഗോഡ് അറിയപ്പെടുന്ന ഒരു കുമ്പോൽ തങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, അവരുടെ പിന്നെ ഫാമിലിയിൽപ്പെട്ടതാണ്. അപ്പം തീ പറ്റിക്കാൻ വേണ്ടി ആദ്യം സുബൈ നിസ്കരിച്ച ഉടനെ സുബൈ ബാങ്ക് വിളിച്ച ഉടനെ ആണുങ്ങളൊക്കെ ഇവിടെ നിന്നും പെണ്ണുങ്ങൾ ഇപ്പുറത്ത് തന്നെ നിസ്കരിക്കുന്നുണ്ട്. സുബഹി നിസ്കാരം പുതിയ വീട്ടിൽ നിന്നാണ് തുടങ്ങല് നമ്മൾ. അപ്പോൾ ഈ ബാക്കിൽ നിൽക്കുന്ന എൻ്റെ ഹസ്ബൻഡാണ്. പിന്നെ ഉസ്താദും തങ്ങളും എല്ലാവരും നിസ്കരിച്ച് പെണ്ണുങ്ങൾ നിസ്കരിക്കുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് തീ പറ്റിക്കൽ. അപ്പം വിറകടുപ്പിൽ തന്നെ പാല് തിളപ്പിക്കാൻ വേണ്ടി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും നിസ്കരിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ ദുആ ചെയ്യുന്നുണ്ട്. ദുആ കഴിഞ്ഞിട്ട് മൗലൂദുണ്ട്. മൗലൂദും കഴിഞ്ഞിട്ടാണ് തീ പറ്റിക്കുന്നത്. അപ്പം പിന്നെ ഇവിടെ ബദർ സുബഹിക്കായതുകൊണ്ട് അത്യാവശ്യം ആൾക്കാർ നമ്മളടുത്ത ബന്ധുക്കളും അങ്ങനെ തങ്ങളും അങ്ങനെ ഉണ്ടായില്ല, അതെടുത്ത് പാല് വെച്ചിട്ട് കൊണ്ട പാലപ്പൊടി കൊടുത്ത് ഇപ്പിടിക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടെ പിടിക്കേ, എന്താ പിടിക്കേ. എല്ലാവരും കൊല്ലി വെച്ചോ. ഇടക്കെന്ന് പറഞ്ഞറിയുമ്പോൾ ഓരോരുത്തർ വിറക് വെച്ചില്ല പഞ്ചസാര ആദ്യം വെച്ചിട്ടുണ്ട്.
അപ്പം അത് തിളച്ച് മറിയുന്നവരെ. ഇത് മെയിൻ അടുക്കളയാണ്. അപ്പുറത്ത് വർക്ക് ഏരിയയിലാണ് വിറകടുപ്പുള്ള അവിടെയാണ് വെക്കുന്നത്. കുറേ സമയം വെയിറ്റ് ചെയ്തു. പാല് തിളച്ച് തോന്നുന്നൊന്നുമില്ല. പകുതി പാല് വെച്ച് പകുതി ഗ്യാസിൽ വെച്ച് നല്ലപോലെ തീയിലാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ കുടിക്കാൻ ചായ. ഇത് ഓരോ അങ്ങനെ നേരം വെളുത്തു അവിടെ ചോറ് വെക്കുന്നതിൻ്റെ അതിൻ്റെയൊക്കെ പണിയിലാണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത് വീഡിയോ. അപ്പം ചോറ് വെക്കുന്നത് നമ്മൾ ഇവിടെയുള്ള പരപ്പുള്ള അസീസ്റ്റാണ്. അപ്പം അവർ വന്ന് എന്നെ വീഡിയോ എടുത്തു. ഇത് ഇളയാൻ്റെ ഉമ്മയാണ് മംഗലാപുരത്ത് നിന്ന് വന്നത്. പിന്നെ എൻ്റെ സിസ്റ്റേഴ്സ്, എൻ്റെ ഏട്ടത്തിമാരെല്ലാവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ അശ്ച ആണ് ബിരിയാണി വെക്കുന്നത്. അപ്പോൾ ഇവർ ചോറ് വെക്കാൻ 400-500 ആളുടെ ചോറാണ്. അതായത് 1 കിൻഡൽ അത്ര ചിക്കനും 50 കിലോ അരിയാണ്. 400 പേർക്കാണ്. അൽഹംദുലില്ലാ വിളിച്ചവരെല്ലാവരും വാങ്ങിയിരുന്നു. അപ്പം ചോറെല്ലാം തീർക്കുന്നുണ്ട്. മസാല അത് എക്സ്ട്രാ വാങ്ങിയിരുന്നു. അങ്ങനെ 120 കിലോ, അതായത് 1 കിൻഡൽ 20 കിലോ അങ്ങനെ എന്തോ വാങ്ങിയിരുന്നു. അപ്പോൾ കുറച്ചൊരു നമുക്ക് കഴിക്കാനുള്ള മസാല കുറച്ച് മിച്ചം വന്നിരുന്നു. പിന്നെ അവർ ബിരിയാണി രാവിലെയാണിത് എല്ലാം ശരിയാക്കി. നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു. അപ്പം അവർ പറഞ്ഞ് എന്നെ വീഡിയോയിൽ എടുത്തോളാൻ പറഞ്ഞിട്ട് ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. ചാനൽ നോക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചോറ് റെഡി ആയിട്ടുണ്ട്. മാംഗ്ലൂർ ഫാമിലിയാണ്, മംഗലാപുരത്ത് നിന്ന് വന്നവരാണ്. രാവിലത്തെ ഫുഡ് കഴിക്കുന്നതാണ്. എൻ്റെ സിസ്റ്റേഴ്സ് ആര് കിങ് അത് തുടക്കട്ടെ. ഓ ആ ഹലോ
ആ ഓള് ആടെ പൊരക്കില്ലല്ലോ. അപ്പുറം വന്നാലേ വൈഫൈ കിട്ടുന്നുള്ളൂ. പ്ലേറ്റ് കൊടുത്തിട്ടാണെന്നല്ല അവർക്ക്. ശരി, ഇപ്പം അതാ പുറത്തുണ്ടായിനി. അതെടുത്ത് കളിക്കല.